നീ കണ്ടതെല്ലാം പോയി. ഇനി കാണപ്പോവത് നിജം. ഞാനത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ചെന്നൈയിലേക്ക് പോവാണ് വിജയണ്ണനെ കാണാൻ. ശുഭദിനം. തട്ടിവിട്ടതാടോ ഞാൻ. ആ സിനിമ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തു നിന്ന് കാണാൻ വിചാരിക്കും. തിയേറ്ററിൽ കൊല്ലുന്നു. ആ രീതിയിലായിരിക്കും ലാൽ സാറിന് ഇൻട്രോ. വലിയൊരു പൊട്ടിത്തെറി. ഞാൻ പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ എന്ത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. എനിക്ക് അവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കണം. ഇത്രയും ഗതികെട്ടവൻ ബിഗ് ബോസിൽ വേറെ വന്നു കാണില്ല. അതെ, ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സമ്മതിച്ചിട്ടുള്ള നഗ്ന സത്യമാണ്. ശുഭദിനം. ഇന്ത്യൻ സിനിമയുടെ പക്കാ പ്ലാൻഡ് ആണല്ലോ. ഹലോ, അനാർക്കലി വളരെ സുന്ദരിയാണ്. വളരെ ക്യൂട്ടും ബ്യൂട്ടിഫുള്ളൊക്കെയാണ്. അപ്പൊ ഓക്കെ. ശുഭദിനം. വൃത്തിയുടെ നിർബന്ധമുണ്ട്. നമ്മളെ കണ്ടുള്ളൂ ടേസ്റ്റ് കൂടിട്ട്. അപ്പൊ ഓക്കെ. അപ്പൊ അപ്പുവിനെ പറ്റിയിട്ട് അപ്പോ ഇപ്പം ജീവിക്കണം വെച്ചാ കോരിച്ചൊരിയുന്ന മഴയത്തൊരു ചായക്കടയിൽ കയറി അവിടെ അപ്പു ഇരിപ്പുണ്ടാവും. ഞാൻ കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചായ കുടിക്കാൻ വന്നിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് നിലത്ത് അപ്പു വന്നിരിക്കുന്നുണ്ട്. പ്രണവേട്ടൻ അപ്പുവേട്ടൻ ഗുഡ് മോർണിംഗ്. ഞാൻ ആരോ ഏട്ടാ. എനിക്ക് വിജയണ്ണൻ എന്താണെന്ന് അറിയോ? ഞാൻ അവളെ പീഡിപ്പിച്ചിട്ടില്ല. ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട്. എന്ത് ഭ്രാന്തടാ നീ പറയണത്? നടൻ മുകേഷ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ചെന്നൈയിലേക്ക് പോവാണ് വിജയണ്ണനെ കാണാൻ. മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ പണം കൊണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ കൈകൾ ശുദ്ധമാണ്. എന്റെ മുഖം എന്റെ ഫുൾ ഫിഗർ അതൊക്കെ മമ്മൂട്ടിയോ. എന്റെ മോനം കൊടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഞാൻ കൂടുതൽ ട്രിബ്യൂട്ട് കൊണ്ട സിനിമയാണ്. അടിക്കണം കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം. സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. തൂക്കിയല്ലോ നാഥ. എത്രയോ സ്ത്രീകള് റോട്ടിലൂടെ പോകുന്നതാണ്. കൊച്ചിയിൽ നല്ലൊരു വാഷ്റൂം ഉണ്ടോ? നമ്മളിപ്പോ അമ്മയുടെ 3 മാസത്തെ പെൻഷൻ തുക കൊണ്ട് IT കമ്പനി തുടങ്ങിയ പോലെ ഒന്നും ഈ വാഹനം വാങ്ങിക്കാൻ പറ്റില്ല. ശുഭദിനം. ചെന്നൈയിലേക്ക് പോവാണ് വിജയണ്ണനെ കാണാൻ. ഞാൻ ഫറോസ്, താക്കോൽ സൂക്ഷിപ്പുകാരൻ. ഇതാണ് നടന്നത്. അപ്പോ ഈ വരാൻ പോകുന്ന 2025 നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ആഗ്രഹങ്ങളും നടക്കട്ടെ. എന്നെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി. ഹാപ്പി ന്യൂ ഇയർ. ജീവിതത്തിൽ ഓരോ ദിവസവും ഒരു പൂക്കളായി തുറക്കുക. പുതുമയുടെ പരിമളം പടർത്തി സന്തോഷം വിതറുക. അപ്പൊ ഓക്കെ.